നമ്മുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ കുഞ്ഞാപ്പു ഹാജി, സ്വാഗത പ്രഭാഷണം നിർവഹിച്ച ഇബ്രാഹിം ഹാജി, പ്രാർത്ഥന നിർവഹിച്ച സിസ് മുസ്ലിയാർ, ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട യൂനുസ് ഫൈസി, നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഈ മഹല്ലിലെ കാരണവന്മാർ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, സഹോദരിമാർ, അതുപോലെ തന്നെ ഈ മഹല്ല് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ഭാരവാഹികൾ, ഒരു ക്ലാസ് കഴിഞ്ഞ് ഈ മഹല്ല് സംഗമവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായി നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് സൂചിപ്പിക്കുക എന്നതാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ചുമതല. ഒരു ദിവസം ഇങ്ങനെ ഇതിനു വേണ്ടി ചെലവഴിക്കാനും ഇങ്ങനെ ഒരുമിച്ച് നിന്നുകൊണ്ട് ദീനീ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും മുന്നോട്ട് വന്ന നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. അള്ളാഹു ഇതൊരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാക്കൾ, പിതാക്കൾ, ഗുരുനാഥന്മാർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, പ്രത്യേകിച്ച് നമ്മുടെ പള്ളി ഖബർസ്ഥാനിലൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികൾ, അള്ളാഹുവെ അവരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ തമ്പുരാൻ. ഇത് സംഘടിപ്പിച്ചപ്പോൾ ഇതിനു വേണ്ട ഭക്ഷണം, സൗകര്യം, പന്തൽ, ഇരിപ്പിടം, സ്റ്റേജ്, എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടാവും. ഒരുപാട് അതിനുവേണ്ടി ഉറക്കൊഴിച്ചവരും അധ്വാനിച്ചവരും ഇതിലേക്കാളെ ക്ഷണിച്ചവരും ഒക്കെ ഉണ്ടാവും. അർഹമുറാഹിമായ തമ്പുരാൻ അവർക്കും ഈ പങ്കെടുത്തവർക്കും ഖൈറും ബറക്കത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. ഒരു മഹൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയൊരു യൂണിറ്റാണ് കുടുംബം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് മഹല്ല്. ഒരു മഹല്ലിലെ ഇസ്ലാമിക പ്രവർത്തനം എങ്ങനെയായിരിക്കണം, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരടിസ്ഥാനപരമായ ചർച്ചയാണ് ശരിക്കൊരു മഹല്ല് യോഗത്തിൽ നടക്കേണ്ടത്. ആദ്യമായി നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു മഹല്ലിനൊരു കമ്മിറ്റി ഉണ്ടാവും. ആ കമ്മിറ്റി എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന കുറച്ച് ആളുകളാണ്. എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഈ മഹല്ലിൻ്റെ കമ്മിറ്റിക്കാരാൻ യോഗ്യരാവണം. അതിൽ സൗകര്യത്തിന് കുറച്ച് ആളുകൾ തിരഞ്ഞെടുക്കുന്നു എന്നേ ഉള്ളൂ. തിരഞ്ഞെടുത്താൽ ഉത്തരവാദിത്തം അവർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഓരോരുത്തർക്കുമുള്ള ഉത്തരവാദിത്തം ഓരോരുത്തർ നിർവഹിച്ചേ പറ്റൂ. നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ അടിസ്ഥാനപരമായ ദീനീ പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാനും നിങ്ങളുമൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മളൊക്കെ നിസ്കരിച്ച് നോമ്പ് നോറ്റ് സക്കാത്തും കൊടുത്ത് കഴിയുമെങ്കിൽ ഒരു ഹജ്ജും ചെയ്താൽ നമ്മുടെ എല്ലാ പ്രവർത്തനവും പൂർത്തിയായി. എന്നാൽ പിന്നെ ഞാൻ നല്ലൊരു മുസ്ലിമായി എനിക്ക് പരലോകത്ത് ഗുണം കിട്ടുമെന്നൊരു ചിന്തയാണ് പൊതു സമൂഹത്തിനുള്ളത്. അതായത് നമ്മൾ നിസ്കരിക്കുക, നമ്മൾ നോമ്പ് നോൽക്കുക, നമ്മുടെ പരലോക കാര്യത്തിന് വേണ്ടതൊക്കെ ചെയ്യുക. എന്നാൽ അതല്ല ഇസ്ലാം. ആ ഒരു തിരുത്താണ് ശരിക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരേണ്ടത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അദ്ദീനു അന്നസീഹ, മതം എന്നാൽ ഗുണകാംക്ഷയാണ്. ഗുണകാംക്ഷ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തൊലബുൽ ഖൈരി ലിഗൈരിഹി, മറ്റുള്ളവർക്കും കൂടി ഗുണമുണ്ടാകണമെന്ന ചിന്തയാണ്. നമ്മൾ മാത്രം നന്നായാൽ പോരാ, അള്ളാഹുവിൻ്റെ ദീന് ഇവിടെ നിലനിൽക്കണം. ദീന് നിലനിൽക്കാൻ ആവശ്യമായ പ്രവർത്തനം ചെയ്യാതെ നമ്മൾ നിസ്കരിച്ചിട്ടോ നോമ്പ് നോറ്റിട്ടോ സക്കാത്ത് കൊടുത്തിട്ടോ ഹജ്ജ് ചെയ്തിട്ടോ ഒരു കാര്യം ഉണ്ടാവില്ല. ഇസ്ലാമിനെ നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനം അതെങ്ങനെ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. നമ്മുടെ മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ ദീനിയായി ജീവിക്കണം, മക്കളും അങ്ങനെയാവണം. നമ്മുടെ മഹല്ലത്തിലെ ജനങ്ങളും അങ്ങനെയാകണം. അങ്ങനെ അല്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതർ വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞൊരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക, ഒരു ഹദീസിലുണ്ട്, ലാ യഹ്ഖിറന്ന അഹദുക്കും നഫ്സഹു, നിങ്ങളാരും നിങ്ങളെ മോശക്കാരായി കാണാൻ പാടില്ല. നമ്മളാരും നമ്മളെ മോശക്കാരാക്കാൻ പാടില്ല. സ്വഹാബത്ത് ഉടനെ തന്നെ എഴുന്നേറ്റ് ചോദിച്ചു, കൈഫ യഹ്ഖിറു അഹദുനാ നഫ്സഹു, പടച്ചോനെ ഞങ്ങൾ എങ്ങനെ നബിയെ ഞങ്ങളെ മോശാക്കുക? നിങ്ങൾ നിങ്ങളെ മോശമാക്കരുതെന്ന റസൂലുള്ളാഹി പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വഹാബത്ത് ചോദിക്കുക, ഞങ്ങൾ എങ്ങനെ ഞങ്ങളെ മോശാക്കുക? ഉടനെ തന്നെ അള്ളാഹുവിൻ്റെ തിരുദൂതർ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ നിങ്ങളെ മോശമാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യറാ അംറൻ ലില്ലാഹി അലൈഹി ഫീഹി മഖാൽ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനങ്ങളെ കണ്ണിൻ്റെ മുമ്പിൽ കാണുകയാണ്. ബാപ്പയാണെങ്കിൽ മക്കളിൽ കാണുകയാണ്,
ഉമ്മയാണെങ്കിൽ മക്കളിൽ കാണുകയാണ്, അല്ലെങ്കിൽ നാട്ടിലെ കമ്മിറ്റിക്കാരും നാട്ടിലെ ആൾക്കാരും ഈ നാട്ടിലെ ചെറുപ്പക്കാരിൽ കാണുകയാണ് എന്ത്, അള്ളാന്റെ ദീനിന് എതിരായൊരു പ്രവർത്തനം ഈ കുട്ടികൾ ചെയ്യുന്നുണ്ട്. അത് മദ്യപാനമാകട്ടെ, വട്ടിപ്പലിശ ആകട്ടെ, നിസ്കരിക്കാൻ വരാതിരിക്കലാവട്ടെ, എന്താവട്ടെ, അലൈഹി ഫീഹി മക്കാൽ, നിങ്ങൾക്ക് അവിടെ ഇടപെടാനുള്ള എല്ലാ സൗകര്യമുണ്ട്. ആ കുട്ടികളൊന്ന് വിളിച്ചിട്ട് പറയാനുള്ള അവകാശം നിങ്ങൾക്ക് ഉണ്ട്, എല്ലാ സൗകര്യമുണ്ട്. പക്ഷെ എന്താ കുഴപ്പം? സുമ്മ ലാ യഖൂലു ഫീഹി, ഒരക്ഷരം മിണ്ടൂല, ഒരു ഹർഫ് മിണ്ടൂല. നിസ്കരിക്കാത്ത മകനോട് എന്തേടാ നീ നിസ്കരിക്കാതെ ചോദിക്കൂല. ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനം മഹലിൽ നടക്കുമ്പോൾ അത് കണ്ടിട്ടും അതിനെതിരെ ഒന്നും ചെയ്യൂല. നമ്മൾ നിസ്കരിക്കാൻ പള്ളിയിൽ ഉണ്ടാവും, നമ്മൾ നോമ്പോൽക്കൊക്കെ ചെയ്യും. പക്ഷെ ഈ ദീനിന് എതിര് ചെയ്യുന്ന ആളുകളെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ അവരെ നേരിൽ കണ്ടിട്ട്, അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാൻ എന്തെങ്കിലും ചെയ്തിട്ട് ഒരു മാറ്റം നമ്മുടെ നാട്ടിൽ വരുത്തണ്ടേ? അതിനാരും ഉണ്ടാവില്ല. അങ്ങനെ അയാൾ മരിച്ചു പോയാൽ ഫയഖൂലുല്ലാഹു സുബ്ഹാനഹു വ തആല യൗമൽ ഖിയാമത്തി, മരിച്ചു ചെല്ലുമ്പോൾ പടച്ച റബ്ബ് എന്നോടും നിങ്ങളോടും ചോദിക്കും. എന്താണ് അള്ളാഹു ചോദിക്കുക? മാ മനഅക അൻ തഖൂല കദാ വ കദാ, എന്തേ നീ എന്റെ ദീനിന്റെ ഒരു കാര്യം നിന്റെ മുമ്പിൽ കണ്ടിട്ട് ആ വിഷയത്തിലൊന്ന് ഇടപെട്ട് ഒന്നും മിണ്ടാതിരുന്നെന്തേ? മഹല്ലിൽ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന കുട്ടികളുണ്ടെന്ന് മനസ്സിലായിട്ട് എന്തേ മിണ്ടായിരുന്നത്? എന്തേ അവരെ വിളിച്ചൊന്ന് ഉപേക്ഷിക്കാതിരുന്നത്? അല്ലെങ്കിൽ അവർക്ക് എന്താ കുറവ് നോക്കാതിരുന്നത്? എന്തുകൊണ്ടാ? അവിടെയാണ് അള്ളാഹുവിന്റെ തിരുദൂതർ പഠിപ്പിക്കുന്നത്. അത് നമ്മുടെ കടമയാണ്. അപ്പൊ ഈ മഴ്സറിയിൽ വെച്ചുകൊണ്ട് പടച്ചറബ് ചോദിക്കും, മാ മനഅക അൻ തഖൂല ഫിയ കദാ വ കദാ, എന്റെ ദീനിന്റെ ഒരു വിഷയം വന്നിട്ട് ഈ എന്ത് മിണ്ടാതിരുന്നത്? നമ്മളൊക്കെ പറയും അത്രേ പരലോകത്ത്, ഖശിയത്തന്നാസ്, പടച്ചോനെ ജനങ്ങളെ പേടിച്ചിട്ടാ. ആ വട്ടിപ്പലിശ വാങ്ങുന്ന കുട്ടി അവിടുത്തെ വലിയ കുടുംബത്തിലെ കുട്ടിയാ, വലിയ തറവാട്ടുകാർ. ആ കുട്ടിനോട് ഇന്നിപ്പോൾ അത് പറഞ്ഞ് വിഷമാക്കിയാൽ ആ കുടുംബക്കാരൊക്കെ വെറുക്കൂലേ? അല്ലെങ്കിൽ അവിടെ ആ തിന്മ ചെയ്ത കുട്ടി അവിടുത്തെ ഒരു പ്രധാനിയാണ്, എങ്ങനെ അയാളോട് പറയാ? അങ്ങനത്തെ ഒരു ചിന്ത കൊണ്ട് പടച്ചോനെ ആരും വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാതിരുന്നാണെന്ന് നമ്മൾ പറയും. ആ സമയത്ത് പടച്ച റബ്ബ് തിരിച്ചു പറയുന്നൊരു വാക്കുണ്ടെന്താണെന്നറിയോ? ഫഇയ്യായ കുന്ത അഹഖ അൻ തഖ്ശാ, നീ ശരിക്കും പേടിക്കേണ്ടത് എന്നെ, നീ എന്നെ പേടിച്ചിട്ടില്ല. നീ എന്നെ പേടിച്ചിരുന്നുവെങ്കിൽ നീ അത് പറയുമായിരുന്നു. അതിന്റെ അള്ളാന്റെ മേലെ അള്ളാഹു അക്ബർ എന്ന് എപ്പോഴും പറയും, അള്ളാണ് വലുത്, പിന്നെന്ത് തറവാടാ? ഏത് വ്യക്തിയാണെങ്കിലും ശരി, തെറ്റ് ചെയ്താൽ അവനെ വഷളാക്കാത്ത രീതിയിൽ ഒറ്റക്ക് വിളിച്ച് അവനെ തിരുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി പറഞ്ഞാൽ അതിന് പഠിച്ചെടുപ്പ് കൂലിയിടും. അത് ഉമ്മ മക്കളോടും പറയണം, ബാപ്പ മക്കളോട് പറയണം, ബന്ധപ്പെട്ടവരൊക്കെ ചെയ്യണം. അങ്ങനെ ഒരു ഇസ്ലാമികമായ അന്തരീക്ഷം നമ്മുടെ നാട്ടിലുണ്ടാക്കാൻ പരിശ്രമിക്കുക. വിജയിച്ചോളണമെന്നൊന്നുമില്ല. അത് പറഞ്ഞാൽ, അത് പ്രവർത്തിച്ചാൽ നമ്മുടെ കടമ കഴിഞ്ഞു. നന്നാക്കൽ അല്ലാഹു, നമ്മളല്ല. ചിലപ്പോൾ നമ്മൾ പറഞ്ഞു എന്ന് വിചാരിച്ചാൽ നന്നായിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ മക്കൾ എന്നെ പറഞ്ഞാൽ കേട്ടോളുന്നില്ല. പക്ഷെ എങ്കിലും നിരന്തരമായി ഇത് പറയൽ നമ്മുടെ കടമയാണ്. അത് പറഞ്ഞില്ലെങ്കിൽ എന്തു സംഭവിക്കും? ഒറ്റ ഉദാഹരണം പറഞ്ഞു തരാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, എന്നാലും ഒന്നുകൂടി പറയാം. എല്ലാവരും ശ്രദ്ധിച്ചോ, മുഴുവൻ ആൾക്കാർ. ഒരു ഗ്രാമത്തിലെ ജനങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് എതിര് ചെയ്താൽ, ഇസ്ലാമിന് എതിരായി ഒരു ജനസമൂഹം പ്രവർത്തിച്ചാൽ, കള്ളുകുടിയും തെന്മയും തെമ്മാടിത്തൊക്കെ വർദ്ധിച്ചാൽ, അള്ളാന്റെ അവസാനത്തെ തീരുമാനം എന്താണെന്നറിയോ? അവിടെ അദാബിറക്കും. ആ പ്രദേശത്ത് ശിക്ഷ ഇറക്കിയിട്ട് ആ ജനങ്ങളെ പടച്ചിറപ്പ് ശിക്ഷിക്കും. ശിക്ഷ എന്തു ആവാം, രോഗമാകാം, ഭൂകമ്പമാകാം, അതുപോലെ തന്നെ പകുതിക്ഷോഭമാകാം, ഭൂമി അടിമേൽ മറിക്കലാകാം, ഒക്കെ ഉണ്ടാവും. ലൂത്ത് നബിയുടെ ജനതയെ ഭൂമി അടിമേൽ മറിച്ചിട്ടാ ശിക്ഷിച്ചത്. അങ്ങനെയുണ്ടാവും. അതൊരു പ്രദേശത്തെ ജനങ്ങൾ ഇസ്ലാമിൽ നിന്ന് അകന്നു പോയാൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഗ്രാമത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഹദീസിൽ പറയാണ് നബി തങ്ങൾ, ഒരു ഗ്രാമത്തിലെ ജനങ്ങൾ ഇസ്ലാമിൽ നിന്ന് പാടേ അകന്നുപോയി. ഇസ്ലാമിൽ നിന്ന് പാടേ അകന്ന ആ പ്രദേശത്തേക്ക് അള്ളാഹു 2 മലക്കുകൾ അയച്ചു. ശ്രദ്ധിക്കണേ, 2 മലക്കുകളോട് അള്ളാഹു പറഞ്ഞു, അർസൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കൈനി ഇലാ ഖറിയ, 2 മലക്കുകൾ ആ ഗ്രാമത്തിലേക്ക് പടച്ച റബ്ബ് അയച്ചു. എന്നിട്ട് ആ മലക്കുകളോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ആ നിഖ്ലിബ് മദീനത്തെ കഥാ വ കഥ, ആ ഗ്രാമം അടിമേലാണ് മറിച്ചേക്ക്. ഗ്രാമം അടിമേൽ മറിക്കാൻ ആ നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ മരിക്കുന്ന ഉറപ്പാണ്. ആ നാട്ടുകാരെ മുഴുവനാണ് നശിപ്പിച്ചേക്ക്. ആ നാടിനെ വേണ്ട, ആ നാട്ടുകാരും വേണ്ട. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പറയുന്നു, ഈ 2 മലക്കുകൾ ഈ ദൗത്യം ഏറ്റെടുത്ത് നേരെ ഇറങ്ങി വന്നവിടെ. ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ആ ഗ്രാമത്തിലെ ജനങ്ങളെ സ്വഭാവം നോക്കുമ്പോൾ തനി വൃത്തികെട്ട ആൾക്കാർ. എല്ലാ മോശപ്പെട്ട പ്രവർത്തനം അവരുടെ കയ്യിലുണ്ട്, നശിപ്പിക്കാൻ അർഹര. എന്നാ പിന്നെ അവരെ നശിപ്പിക്കന്നെ. അവര് ഭൂമി കീഴ്മേൽ മറിക്കാൻ വേണ്ട പ്രവർത്തനം ആരംഭിച്ചപ്പോ അത്ഭുതകരമായ കാഴ്ച കണ്ടവർ. എന്താ?
അതേ ഗ്രാമത്തിൽപ്പെട്ട ഒരാള് ഒരു പ്രദേശത്ത്, ആ ഗ്രാമത്തിന്റെ ഒരു ഭാഗത്ത് ഒരു സ്ഥലമൊക്കെ സൗകര്യപ്പെടുത്തിയിട്ട് അവിടെ നിസ്കരിക്കുകയാണ്. അയാൾ നല്ല ഇബാദത്തിലാണ്. അയാളും ആ നാട്ടുകാരൻ തന്നെ. നാട് മുഴുവൻ കള്ളു കുടിച്ച് കൂത്താടുമ്പോഴും ഇയാൾ ശരിക്കും നിസ്കരിച്ച് പടച്ചോനെ ഇബാദത്ത് ഇതിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ മലക്കിന്റെ മനസ്സിൽ ഭയങ്കര സംശയം, പടച്ചോനെ ഇയാൾ എങ്ങനെ നശിപ്പിക്കുക? ഈ ഭൂമി കീഴ്മേൽ മറിച്ചാൽ ഇയാൾ അടക്കം നശിക്കും. ഈ തെമ്മാടികളെ നശിപ്പിക്കുന്ന കൂട്ടത്തിൽ ഈ സാധുവിനെ നശിപ്പിക്കേണ്ട ഒരു കാര്യമല്ലല്ലോ. അയാൾ നല്ല മനുഷ്യനല്ലേ? അപ്പൊ ഈ ഗ്രാമം നശിപ്പിക്കുമ്പോൾ ഇയാളൊന്ന് ഒഴിവാക്കാൻ എന്താ മാർഗം? അവിടെ കുറച്ച് ഭൂമി മാത്രം ഒഴിവാക്കിയിട്ട് ഇയാൾ ഒറ്റക്കിട്ടിട്ട് അങ്ങനെ മറിക്കാൻ കഴിയില്ല ഭൂമി. മലക്ക് ഉടനെ തന്നെ പടച്ച റബ്ബിലേക്ക് കയറി ചെന്നു. അള്ളാഹുവിന്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, പടച്ചോൻ എന്താ ചെയ്യേണ്ടത്? മലക്ക് ചോദിച്ച ചോദ്യമുണ്ട്, റബ്ബന വജദ്ന അബ്ദക ഫുലാനൻ ഖായിമൻ യുസല്ലി. റബ്ബന, ഞങ്ങളെ രക്ഷിതാവേ, വജദ്ന, ഞങ്ങൾ കണ്ടു, അബ്ദക ഫുലാന, നിന്റെ ഇന്നാൽ ഇന്ന ഒരടിമ, ഖായിമൻ യുസല്ലി, അയാൾ ഇങ്ങനെ നിന്ന് നിസ്കരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഞങ്ങൾ എങ്ങനെ ഇപ്പൊ ഗ്രാമം നശിപ്പിക്കുക പടച്ചോനെ? അയാൾ നല്ല മനുഷ്യനല്ലേ, മോശപ്പെട്ട ആൾക്കാരെ നശിപ്പിക്കാം, പക്ഷെ ഇയാൾ എങ്ങനെ നശിപ്പിക്കുക എന്ന് ചോദിച്ചു. അള്ളാഹു ആ മലക്കിനോട് പറഞ്ഞ മറുപടി ഹദീസിലുണ്ട്, ഖുദൂഹു മഅഹും. കേട്ടാ പേടിയോ? ഖുദൂഹു മഅഹും. ആ നാട്ടുകാരെ നശിപ്പിക്കുന്ന കൂട്ടത്തിൽ അവനെ പിടിച്ച് നശിപ്പിച്ചേക്ക്, ഓനെ വേണ്ട. മലക്കിങ്ങനെ അന്തം വിട്ട് നിൽക്കുക. ആളുകളൊക്കെ തെമ്മാടിത്തം ചെയ്യുമ്പോൾ അവരെ നശിപ്പിക്കുന്നത് എന്തിനാ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഈ നല്ല മനുഷ്യൻ എന്തിനാ നശിപ്പിക്കുന്നത്? മലക്കിനത് മനസ്സിലാവണില്ല. മലക്കിങ്ങനെ അള്ളാന്റെ ഈ ഓർഡർ കേട്ടപ്പോൾ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ശരിക്കും മലക്ക് പോയി പണിയെടുത്താൽ മതി, പക്ഷെ എന്തിനാ ഇത് ഹദീസിൽ ഇങ്ങനെ പറയണം? നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹു ആ മലക്കിനോട് പറഞ്ഞു, അയാളെ നശിപ്പിക്കുന്നതിനൊരു പ്രയാസം ഉണ്ടെങ്കിൽ നേരെ പോയിട്ട് അയാളെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ മതി. അവന്റെ മുഖത്തേക്കൊന്ന് പോയി നോക്ക്, നിസ്കരിക്കുന്ന മനുഷ്യന്റെ മുഖത്തേക്കൊന്ന് പോയി നോക്ക്. എന്താണ് അറബി പ്രയോഗത്തിന്റെ അർത്ഥം? തമഅറ, ഇംആർ എന്നൊക്കെ പറഞ്ഞ അറബി വാക്കിന്റെ അർത്ഥം എന്താ അറിയോ? നമ്മൾക്ക് നാടൻ ഭാഷ പൊറുതിയേട് എന്ന് പറയും, എടങ്ങേറ് എന്ന് പറയും, ടെൻഷൻ എന്ന് പറയും. ആ നിസ്കരിക്കുന്ന മനുഷ്യന്റെ മുഖത്തേക്കൊന്ന് പോയി നോക്കും. ഓന്റെ മുഖത്ത് ഈ കണ്ട നാട്ടുകാർ മുഴുവൻ അള്ളാന്റെ ദീനിനകത്ത് അകന്ന് ഇസ്ലാമിനെ ആകെ ചവിട്ടി മതിച്ച് ദീനാകെ തകർന്ന് ഇസ്ലാമിൽ നിന്ന് ജനങ്ങൾ കള്ളുകുടിച്ച് കൂത്താടി വൃത്തികേട് ചെയ്യുമ്പോൾ ഓന്റെ മുഖത്ത് ഒരു പൊറുതിയേടില്ലല്ലോ, ഓനൊരു വിഷമമില്ലല്ലോ. ഓങ്ങനെ നിസ്കരിച്ച് സ്വർഗത്തേക്ക് വരാൻ നിൽക്കുക. ആരാ ഓന് സ്വർഗം കൊടുക്കണത്? എന്റെ ദീന് നിലനിർത്താൻ ഒരു പണി ഓൻ ചെയ്തിട്ടില്ല. ഓന്റെ നിസ്കാരം നോമ്പ് മാത്രം നോക്കിയത്. അവനെ ഞാൻ പിടികൂടും, ഖുദൂഹു മഅഹും, പിടിച്ചു നശിപ്പിക്കോനെ. അള്ളാഹു പറഞ്ഞതായി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. നാട് കുട്ടിച്ചോറാവുമ്പോഴേ നിങ്ങൾ പള്ളിയിൽ കയറി ജമാഅത്ത് എടുത്തിട്ട് മാത്രം മതിയാവൂല. നിങ്ങൾ പള്ളിയിൽ കയറി ദിക്റും സ്വലാത്തും ചൊല്ലിയാൽ മാത്രം മതിയാവൂല. ഈ നാട്ടിലെ ദീൻ നിലക്കണം. നിങ്ങളത് മരിച്ചു പോയാലും ഇവിടെ ദീൻ വേണം. ഞാൻ മരിച്ചാലും നമ്മുടെ തലമുറയിലൂടെ ദീന് വേണം. അതിന് വേണ്ട പണിയാണ് അതിനെ ദഅവത്ത് എന്ന് പറയും. ആ ദഅവത്ത് ചെയ്യാതിരുന്നാൽ പടച്ച റബ്ബ് ചോദിക്കും. മാലിക് ദിനാർ റളിയല്ലാഹു തആല സംഘവും കേരളത്തിൽ വന്നിട്ട് ആ ദീൻ പരിചയപ്പെടുത്തി. അവരാ കൊടുങ്ങല്ലൂരിൽ ആദ്യം പള്ളി ഉണ്ടാക്കിയത്. അവരെവിടുന്ന വരുന്നത്? അവർ വരുന്നത് പരിശുദ്ധ മക്ക അടക്കമുള്ള സൗദി അറേബ്യ. മക്കത്തെ പള്ളി പോയി ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 1,00,000 കൂലിട്ടും. 1,00,000 കൂലിട്ടും. ഒരു സുബ്ഹാനല്ലാഹ് ഹറമ് പോയി ചൊല്ലിയാൽ 1,00,000 കൂലിട്ടും. ശരിയായ അഭിപ്രായ പ്രകാരം നിസ്കാരം എന്ന് പറയുന്ന അമല് പള്ളിന്റെ ഉള്ളിൽ മസ്ജിദുൽ ഹറാമിൽ നിസ്കരിച്ചാൽ 1,00,000 ഒന്നും അല്ല കൂലി. ഇബ്നു ഹജർ തങ്ങൾ തൊയ്ഫയിൽ പറഞ്ഞിട്ടുണ്ട്, 10,000 കോടി റക്അത്തിന്റെ പ്രതിഫലം കിട്ടും ഒറ്റ റക്അത്തിന്, നിസ്കാരത്തിന് മാത്രം. വേറെയൊക്കെ 1,00,000. നമ്മൾ പറയല 1,00,000 എന്നേ ഉള്ളൂ, പക്ഷെ 1,00,000 അതിനേക്കാൾ കൂലി കിട്ടും. അത്ര വലിയ കൂലി കിട്ടുന്ന സ്ഥലത്തുനിന്ന് അവര് പായ്ക്കപ്പലാണ് വരുന്നത്, ജീവൻ പണയം വെച്ച്. എന്നിട്ട് കൊടുങ്ങല്ലൂർ വന്നിട്ട് ഒരു പള്ളി ഉണ്ടാക്കി. ആ പള്ളിയിൽ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ എന്ത് കിട്ടും? ഒരു റക്അത്തിന്റെ കൂലി തന്നെ കിട്ടുള്ളൂ, ഏറെ കിട്ടൂല. പിന്നെ എന്തിനാ പണിയെടുത്ത്? അവർക്ക് അവിടെ ഒന്നുകൂടായിരുന്നു. എന്തിനാണ് അവരാ പണിയെടുത്ത്? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഒരാളെ നിന്റെ പ്രവർത്തനം കൊണ്ട് നീ നന്നാക്കിയാൽ, ഒരാളെ നന്നാക്കിയാൽ, ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, ഈ ദുനിയാവ് ആകെ കിട്ടിയാലും തുല്യമാകാത്ത വലിയ പ്രതിഫലം നിനക്ക് കിട്ടും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ശരിക്കും മനസ്സിലായിക്കോടി, നമ്മൾ മുസ്ലിമാണ് മാതിരി തന്നെയാണ് വേറൊരാളെ നന്നാക്കലും. അതിന് പരിശ്രമിച്ചാൽ തന്നെ ഗുരു നന്നായാലും നോക്കണ്ട. കള്ളു കുടിക്കുന്ന ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് അത് മാറ്റി വെക്കാൻ ഒരു ശ്രമം നടത്തിയാൽ മതി. ആ ശ്രമത്തിന് ഭയങ്കര കൂലിയാണ്. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു തആലയുടെ താരീഖിലുണ്ട്. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു തആല ഒരു ദിവസം ഒരു വഴിക്ക് ഇങ്ങനെ വരികയാണ്. അദ്ദേഹം വലിയ മനുഷ്യനാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരാൾ കള്ളു കുടിച്ചിങ്ങനെ കിടക്കുന്നുണ്ട്. ഇവൻ കള്ളു കുടിച്ച് നൊരയും പതിയും വരിക, ഒരു ബോധമല്ല, കിടക്കുക.
അദ്ദേഹം അയാളിങ്ങനെ പോയിട്ട് കുലുക്കി വിളിച്ചു, ആരെങ്കിലും വഴിയിൽ ഒരു കള്ളുടിയം കിടക്കുമ്പോൾ പരിഗണിക്കുമോ? ഇത് മുസ്ലിങ്ങൾ മാത്രമുള്ള പ്രദേശമാണ്. മുസ്ലിമാ ഉറപ്പാ. അതിന് ഷിആർ കണ്ടറിയാം മുസ്ലിമാ. അദ്ദേഹം പോയി വിളിച്ചു നോക്കി, വിളിച്ചു നിൽക്കില്ല. ഉടനെ തന്നെ അദ്ദേഹം ഒരു പാട്ടയിൽ വെള്ളം കൊണ്ടുവന്നിട്ട് അയാളുടെ മുഖത്തൊക്കെ ഉള്ള ഈ നൊരയും പതയൊക്കെ കഴുകി മുഖത്തൊക്കെ വെള്ളം തെളിച്ച് ഒന്ന് വൃത്തിയാക്കി. എന്നിട്ട് വിളിച്ചു നോക്കി, വിളിക്കില്ല. നീക്ക് അത്ര വലിയ ലഹരിയിലാണ്, നിവൃത്തിയില്ല. അവസാനം ബഹുമാനപ്പെട്ടവർ അവന് വേണ്ടി ദ്വാരത്ത് പോയി ഉടനെ. ഇത് നാട്ടുകാർ കാണുന്നുണ്ട്. വലിയ മനുഷ്യനാണ് ഈ വന്നിട്ടുള്ളത്. ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് മുഴുവൻ ബഹുമാന്യനായ വലിയ മഹാനാ. ഇവൻ ഇതൊന്നും അറിയുന്നില്ല. ആ ചങ്ങാതി അവസാനം ലഹരിയൊക്കെ പോയപ്പോൾ എഴുന്നേറ്റിരിക്കുകയാണ്. അപ്പോഴാ അങ്ങാടിയുള്ള ആൾക്കാർ വന്നിട്ട് എന്നോട് പറയാ, എന്ത് പണിയാണ് നീ ചെയ്തത്? ആരവിടെ വന്നതെന്നറിയോ? ആരാ നിന്റെ മുഖം കഴുകി തന്നതെന്നറിയോ? ഇന്ന ആളാണെന്ന് പറഞ്ഞ് വളരെ വ്യക്തമായി പറഞ്ഞു. അപ്പവൻ ആകെ പേടിയേ. വലിയ മഹാന്മാരെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം ആ നിമിഷം തന്നെ ഒരു വഷളത്തരം തോന്നിയപ്പോൾ പറഞ്ഞു, കള്ളുകുടിക്കുന്നവർക്കുണ്ടാവും ഒരിത്, ഈമാൻ മനസ്സിനുള്ളിൽ എവിടെയുണ്ട്. അവൻ പറയും, ഇനി ഞാൻ ഒരിക്കലും കള്ളു കുടിക്കൂല, ഞാനൊരു കാരണവശാലും കള്ളു കുടിക്കൂല എന്നയാൾ ഉറപ്പിച്ച് പറഞ്ഞ് അയാൾ നല്ല മനുഷ്യനായി മാറി. അന്ന് രാത്രി ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ കിടന്നുറങ്ങുകയാണ്. ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹത്തോട് ഒരു അശരീരി അള്ളാന്റെ ഭാഗത്ത് എന്താ അള്ളാഹു പറയുന്നത്? അദ്ദേഹം കേൾക്കുകയാണ്, യാ ഇബ്രാഹിം, ഓ ഇബ്രാഹിമേ, തൊഹർതലി അജലിനാ ഫമഹു, അയാളെ വായ നീ കഴുകി ശുദ്ധിയാക്കിയത് എനിക്ക് വേണ്ടിയാണ്, എന്റെ ദീനിന് വേണ്ടിയാണ്. അതുകൊണ്ട് തൊഹർന കൽബഹൂലി അജലിക, അവന്റെ മനസ്സ് ഞാൻ കഴുകി ശുദ്ധീകരിച്ചു, അതിന്റെ കൂലി അനക്കാണ്. ആ മനുഷ്യനെ നന്നാക്കിയതിന്റെ മുഴുവൻ പ്രതിഫലവും ബഹുമാനപ്പെട്ടവർക്ക് കൊടുക്കുന്നു എന്നല്ല പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് ദീൻ എത്തിച്ചു കൊടുത്താൽ വലിയ ഗുണമാണ്. അങ്ങനെ ഓരോരുത്തരും ചെയ്യുമ്പോഴേ അള്ളാന്റെ ദീൻ ഇവിടെ നിലനിൽക്കുള്ളൂ. നമ്മൾ മുസ്ലിമായി ജീവിക്കുന്നതോടൊപ്പം ദീൻ നിലനിർത്തണം എന്നുള്ളൊരു, അതിനാണ് ഈ മഹല്ല്, അതിനാണ് ഈ പള്ളി, അതിനാണ് മദ്രസ. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു റൂം ഉണ്ടാക്കി സുഖമായിട്ട് അവിടെ നിസ്കരിക്കാലോ, എന്താ കുഴപ്പം? നമ്മുടെ കുട്ടികളെ പൈസ ഉള്ള ആൾക്കാർക്ക് ഒരു ഉസ്താദിനെ വിളിച്ച് വീട്ടിൽ നിന്ന് പഠിപ്പിക്കാലോ, എന്തിനാ മദ്രസ? അല്ലാത്തവര് പഠിപ്പിക്കേണ്ട, അവര് പഠിച്ചില്ലേ? അള്ളാന്റെ റസൂലിന് അർക്കം റളിയല്ലാഹു തആലയുടെ വീട്ടില് ദീന് പഠിപ്പിക്കാനും പറയാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം ഖുറൈശികൾ കൊടുത്തിരുന്നു. പിന്നെ എന്തേ പ്രശ്നം? പുറത്തിറങ്ങാൻ പാടില്ല. അതിന്റെ ഉള്ളിൽ വെച്ച് എന്തും ചെയ്തോ പുറത്തിറങ്ങാൻ പറ്റൂല. പുറത്ത് വന്നിട്ട് ദൈവം ഒന്നാണെന്ന് പറയാൻ പറ്റൂല. ലാത്ത ഉസ്സ മനാത്ത ഞങ്ങളെ ദൈവങ്ങളെ എതിർക്കാൻ പറ്റൂല. അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്തോളൂ. ഒരു വീട്ടിന്റെ ഉള്ളിൽ ഈ പ്രക്രിയ ചെയ്യാൻ നബി തങ്ങൾക്ക് അവസരം കൊടുത്തല്ലോ. അള്ളാന്റെ റസൂൽ പറഞ്ഞു അത് പറ്റൂല, ഇത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാ. ആ വീട്ടിൽ നിന്ന് പുറത്തിറക്കി, അതിന്റെ പേരിൽ കല്ലേറ് കിട്ടി, ആക്ഷേപം കിട്ടി, നാട്ടിൽ നിന്ന് പോകേണ്ടി വന്നു, ഹിജ്റ പോകേണ്ടി വന്നു. ഇതൊക്കെ ചെയ്തു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ഭദ്രമായൊരു മഹല്ല് സംവിധാനം എന്ന് പറഞ്ഞാൽ അത് കമ്മിറ്റിക്കാരും ബന്ധപ്പെട്ടവരൊക്കെ അങ്ങനെ തന്നെ. ഓരോരുത്തരും ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ലെങ്കിൽ അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി. അങ്ങനെയുള്ളൊരു മഹല്ല് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ഈ മഹല്ല് മുന്നോട്ട് കൊണ്ടുപോകേണ്ട മാർഗരേഖ എന്ന് പറയുന്നത്, ഒന്ന്, ഒരു മഹല്ല് കമ്മിറ്റി, ആ മഹല്ല് കമ്മിറ്റി മാത്രം വിചാരിച്ചാൽ നടക്കില്ല, നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ സഹായിക്കണം. ഏറ്റവും എവിടെ ഉണ്ടാവും, ഞാൻ ഈ പറയുന്ന സുന്നി മഹല്ല് ഫെഡറേഷൻ പറയുന്ന കാര്യങ്ങളിൽ പലതും ഇവിടെ ഉണ്ടാവും. എന്നാലും ഞാൻ പറയും, ഒന്നാമതായി വേണ്ട എന്താന്ന് വെച്ചാൽ നമ്മുടെ പള്ളിയുടെ എല്ലാ രേഖകളും ശരിയാവണം എന്നുള്ളതാണ്. അതിപ്പോ ഇവിടെ പരസ്യമായിട്ട് എല്ലാവരോടും പറയേണ്ട കാര്യമില്ല, കമ്മിറ്റിക്കാരോട് പറയേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ആധാരം ശരിയാവണം, കമ്പ്യൂട്ടറൈസ് ചെയ്യണം, അതിന്റെ നികുതി അടക്കണം, സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ വേണം പുതുക്കണം, വഖഫ് ബോർഡ് രജിസ്ട്രേഷൻ വേണം പുതുക്കണം, സുന്നി മഹല്ല് ഫെഡറേഷൻ രജിസ്റ്റർ ചെയ്യണം. ഈ 4 കാര്യം ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്കറിയോ, ഈ NH വേണ്ടി സ്ഥലം എടുത്തു പോയി പല സ്ഥലത്തും ബിൽഡിംഗ് ഒക്കെ എല്ലാവർക്കും നല്ല പൈസ കിട്ടി. ചില പള്ളി കമ്മിറ്റികളുടെ പൈസ ഇപ്പോഴും കിട്ടിയിട്ടില്ല. എന്താ പ്രശ്നം? ഈ പോയ സ്ഥലത്തിന്റെ കൃത്യമായ രേഖ, ആ രേഖ ശരിക്ക് ഗവൺമെന്റിന് കൊടുക്കണം. പല പള്ളി കമ്മിറ്റിയുടെയും ഈ പോയ സ്ഥലത്തിന്റെ കൃത്യരേഖ അവരുടെ കയ്യിലില്ല. ചിലത് ആധാരം കാണാനില്ല, ചില ആളുകൾക്ക് നികുതി അടച്ചിട്ടില്ല, ചിലർ കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ടില്ല, കൈവശ സർട്ടിഫിക്കറ്റ് ഇല്ല, ഒന്നുമില്ല. എന്താ കാരണം? അത് ശ്രദ്ധിച്ചില്ല. നമ്മുടെ പള്ളി, നമ്മുടെ വീടിന്റെ സ്വത്ത് നമ്മൾ എങ്ങനെ സൂക്ഷിക്കുന്നോ അതുപോലെ സൂക്ഷിച്ചേ പറ്റൂ. അത് ഞാൻ ഇവിടെ കൂടുതൽ പറയുന്നില്ല. ഇവിടെ സ്ത്രീകളും മറ്റൊക്കെ ഉള്ളവർ, ഇത് കമ്മിറ്റിയുടെ ബാധ്യതയാണ്, അത് ബാക്കിയുള്ളവർ സഹകരിക്കണം. ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മഹല്ലിൽ സുന്നി മഹല്ല് ഫെഡറേഷൻ പറയുന്നത് കൃത്യമായ ഒരു സെൻസസ് വേണം. സെൻസസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ മഹല്ലിൽ എത്ര വീടുണ്ട്, ആ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്, അതിനൊരു ഫോം ഉണ്ട്.
അത് വെച്ചിട്ട് ഒരു വീട്ടിൽ എത്ര ആണ്, എത്ര പെണ്ണ്, അതിലെത്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, എത്ര വിദേശത്ത്, അങ്ങനെയുള്ള കൃത്യമായ ഒരു വിവരം വീട്ടിൽ അത് കൊടുത്ത് എഴുതി വാങ്ങി സൂക്ഷിച്ച് കമ്പ്യൂട്ടറിലാണ് ഇപ്പോൾ ചെയ്യാറുള്ളത്. മഹല്ല് സോഫ്റ്റ്വെയർ എന്നൊരു സാധനം ഉണ്ട്, നിങ്ങൾ അവിടെ ഉണ്ടാവും. ഇപ്പം എൻ്റെ മഹലിൽ ഓഫീസിൽ കമ്പ്യൂട്ടർ ഉണ്ട്. അവിടെ പോയിട്ട് എൻ്റെ വീട്ടിനൊരു നമ്പർ ഉണ്ട്, പഞ്ചായത്തിട്ട നമ്പർ അല്ലാതെ മഹല്ലിട്ടൊരു നമ്പർ ഉണ്ട്. ആ മഹല്ലിട്ട നമ്പർ അവിടെ പള്ളിൻ്റെ ഓഫീസിൽ പോയി ആ നമ്പറിൻ്റെ അടിച്ചാൽ എൻ്റെ വീട്ടിലെ അംഗങ്ങളെ പേരിന് വരും. ഒരാൾ വിവാഹം കഴിച്ചൊരു കുട്ടിയെ കൊണ്ടുവന്ന് അതിൽ ചേർക്കും, മരിച്ചാൽ അതിന് നീക്കും. വീട്ടിലെ ഒരു അംഗത്തെ വിവാഹം കഴിച്ച് വേറെ സ്ഥലത്തേക്ക് വിട്ടാൽ എവിടേക്കാണ് വിവാഹം കഴിച്ച് വിട്ട് ഏത് മഹല്ലിക്കാന്ന് അവിടെ രേഖപ്പെടുത്തും. മഹലിൽ എന്തെങ്കിലും പൈസ കൊടുക്കാണ്ടോ ബാധ്യത ഒക്കെ അതിലുണ്ടാവും. അതുകൊണ്ട് ഓപ്പൺ ചെയ്താൽ കൃത്യമായിട്ടുണ്ട് കിട്ടും. അതൊക്കെ നമ്മളെ കുട്ടികൾ, വിദ്യാഭ്യാസമുള്ള കുട്ടികളുണ്ട്, ഒരു കമ്പ്യൂട്ടർ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് ചെയ്യും. ഒരു 10-20 കുട്ടികളെ സജ്ജമാക്കിയിട്ട് അവരോട് ഈ ഫോം കൊടുത്ത് എല്ലാ വീട്ടിലും പോയി ഇത് പൂരിപ്പിച്ച് വരുമോ മക്കളെന്ന് പറഞ്ഞാൽ ഒരു 15 ദിവസം കൊണ്ട് അവരെ പൂർത്തിയാക്കും. നമ്മുടെ മഹലാദിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ സാമ്പത്തിക പരാധീനതകൾ എത്ര ആൾ നമ്മുടെ മഹലിലുണ്ട് എന്ന് മനസ്സിലാവും. അത് മനസ്സിലാവും. ഒരു മഹല്ല് കമ്മിറ്റി അല്ലെങ്കിൽ മഹല്ല് കുടുംബം സംഘം എന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണമെങ്കിൽ ഇത് മഹല്ല് സംഘമാണ്. നമ്മുടെ മഹലിലെ പ്രധാനപ്പെട്ട ഒരു മജ്‌ലിസുന്നൂറിന്റെ വാർഷികം, അതുപോലെ തന്നെ മഹലിന്റെ സംഗമവും കൂടിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ദർസ് എന്ന് പറഞ്ഞാൽ ഒരു മഹല്ലത്തിലെ എന്നല്ല ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയാണ് ദർസ്. ദർസിലൂടെയാണ് ശരിക്കും ദീൻ പഠിക്കേണ്ടത്. റസൂഹുള്ള പണ്ഡിതന്മാരാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു കാദിയായ ഒരാൾ വന്നല്ലോ, ഇങ്ങനത്തെ ആൾക്കാർ ഒരു മഹലിൽ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ദീൻ ഉണ്ടാവുക? നമുക്കൊരു വിഷയം പറഞ്ഞു തരാൻ ഒരു പണ്ഡിതനോട് ഉണ്ടാവുക. അള്ളാഹുവിന്റെയും നമ്മളുടെയും ഇടയ്ക്കുള്ള മധ്യവൃത്തിയാണ് പണ്ഡിതൻ. അള്ളാഹിന്റെ അടുത്ത് ഏറ്റവും വലിയ സ്ഥാനമുള്ള ആള് മൻ കാന ബൈനല്ലാഹി വ ബൈന ഇബാദിഹി, അള്ളാന്റെ അടിമകളുടെ ഇടയ്ക്കുള്ള ആളാണ്. അതാരാ? രണ്ടാളേ ഉള്ളൂ. വഹുമുൽ അംബിയാ വൽ ഉലമാഉ, അംബിയാക്കളും ആലിമീങ്ങളുമാണ്. അംബിയാവ് പോയി, ഇനി നബിമാര് വരൂല, അപ്പൊ ഉലമാക്കളേ ഉള്ളൂ.